കിരൺ, സി പി എമ്മുമായുള്ള തർക്കങ്ങൾ ഇല്ലാതായിരിക്കുന്നു, തർക്കങ്ങൾ മാറിയിരിക്കുന്നു, എല്ലാം കലങ്ങിത്തെളിഞ്ഞിരിക്കുന്നു. 3:30 ആരംഭിച്ച മന്ത്രിസഭാ യോഗത്തിൽ CPIയുടെ 4 മന്ത്രിമാരും പങ്കെടുത്തു. ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന അനിശ്ചിതത്വങ്ങൾ, ഒരു പകൽ മുഴുവൻ നീണ്ടുനിന്ന നാടകീയ സംഭവ വികാസങ്ങൾ. അതിനൊടുവിലാണ് CPI മന്ത്രിമാർ പതിവ് പോലെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കാൻ പോയത്. ഇന്ന് രാവിലെ ബാസ്കറ്റ് ഹോട്ടലിൽ CPM ജനറൽ സെക്രട്ടറിയും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തമ്മിൽ നടത്തിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് മീറ്റിംഗ്. അവിടെയാണ് നിർണായകമായ ഒത്തുതീർപ്പ് ഫോർമുല ഉരുത്തിരിഞ്ഞത്. അവിടെ വെച്ചാണ് ഈ കത്ത്, അതായത് കേന്ദ്ര സർക്കാരിന് കൈമാറാൻ സംസ്ഥാനം തയ്യാറാക്കാനിരുന്ന കത്തിന്റെ കരട് MA ബേബി ബിനോയ് വിശ്വത്തിന് കൈമാറിയത്. അതിൽ ഒരു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ച് കാര്യങ്ങൾ പഠിക്കും വരെ ഈ കരാർ മരവിപ്പിക്കണമെന്ന സംസ്ഥാനത്തിന്റെ നിർദ്ദേശം, ആവശ്യം കേന്ദ്രത്തെ അറിയിക്കുമെന്ന കത്തായിരുന്നു അത് പിന്നീട് CPMന്റെ സംസ്ഥാന അവൈലബിൾ സെക്രട്ടേറിയറ്റ് ചേർന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ജനറൽ സെക്രട്ടറി MA ബേബിയും TP രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പങ്കെടുത്ത് ഇതാണ് നമ്മുടെ പ്രശ്നം പരിഹരിക്കാനുള്ള വഴി, ഇത് അംഗീകരിക്കണമെന്ന പൊതു നിലപാടിൽ എത്തിച്ചേർന്നു. CPI ഒരിക്കൽ കൂടി ചർച്ചയ്ക്ക് വിളിക്കാനും തീരുമാനമായി. അതിനുശേഷം അക്കാര്യം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ അറിയിച്ചു. അവൈലബിൾ സെക്രട്ടറി ചേർന്ന് ഈ ഒരു ഒത്തുതീർപ്പ് ഫോർമുല CPI ചർച്ച ചെയ്തു. ഇത് സ്വീകരിക്കാവുന്നതാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു, വിലയിരുത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ CPI സംസ്ഥാന സെക്രട്ടറി മന്ത്രി K രാജൻ ഉൾപ്പെടെയുള്ള CPIയുടെ പ്രധാന നേതാക്കൾ AKG സെന്ററിലെത്തി മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായി ചർച്ച നടത്തി. ചില നിർദ്ദേശങ്ങൾ കൂടി CPI ആ കരട് കത്തിൽ ഉൾപ്പെടുത്താൻ നൽകി. അതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് പിന്നീട് ആ ഒരു കത്ത് CPI അംഗീകരിച്ചത്. അതിനുശേഷം CPIയുടെ സംസ്ഥാന സെക്രട്ടറി ചേർന്നു. അല്പസമയത്തിന് മുമ്പ് അത് അവസാനിച്ചു. അത് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ 4 മന്ത്രിമാരും മന്ത്രിസഭാ യോഗത്തിന് എത്തിച്ചേർന്നു. ഇനി കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി പറയും എന്ന് തന്നെയാണ് ഇപ്പോഴും ബിനോയ് വിശ്വം അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. ഇത് ശരിക്കും CPIയുടെ രാഷ്ട്രീയ വിജയമാണ്. കഴിഞ്ഞ ഒരുപാട് കാലത്തെ ഇടതുമുന്നണി രാഷ്ട്രീയത്തിൽ CPMനെ മറികടന്ന്, അല്ലെങ്കിൽ CPIയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി CPM ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നത് അപൂർവതയാണ്. അത്തരം അപൂർവതകളുടെ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു നീക്കമാണ്. CPIയുടെ അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയ വിജയമാണ്. പാർട്ടിയിൽ വലിയ വിമർശനം നേരിട്ട് വന്ന ബിനോയ് വിശ്വത്തിന്റെ ഒരു നിലപാട് ലഭിച്ച അംഗീകാരം കൂടിയാണ്. അദ്ദേഹത്തിന് പാർട്ടിയിൽ ഒരു പുതിയ ഊർജ്ജം നൽകുന്ന ഒരു തീരുമാനമാണത്. ബിനോയ് വിശ്വം പ്രതികരിച്ചത് ഇതാരുടെയും വിജയമല്ല, വിജയത്തിന്റെ ക്രെഡിറ്റോ പരാജയത്തിന്റെ ഇതൊന്നും ഏറ്റെടുക്കാൻ CPI ഇല്ല, പക്ഷേ ഇത് ഇടതു മുന്നണിയുടെ രാഷ്ട്രീയ വിജയമാണ് എന്നൊരു പ്രതികരണമാണ് CPI നടത്തിയത്. അത്തരം പ്രതികരണം തന്നെയാവും എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാവുക. വി ശിവൻകുട്ടി മന്ത്രി അത്തരമൊരു പ്രതികരണം നടത്തിയിരുന്നു. ഇനി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യങ്ങൾ അറിയിക്കുമെന്നാണ് ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ വാർത്താ സമ്മേളനത്തിലൂടെ അല്ലെങ്കിൽ വാർത്താക്കുറിപ്പിലൂടെ, വാർത്താ സമ്മേളന സാധ്യത ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെ പിണറായി വിജയൻ ഈ തീരുമാനം അറിയിക്കും. ഇടതുമുന്നണി രാഷ്ട്രീയത്തെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചു ഉലച്ച 45 വർഷത്തെ സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന് മുന്നണി കരകയറുകയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് കടുത്ത തീരുമാനങ്ങളിലേക്ക്, മന്ത്രിസഭാ യോഗങ്ങൾ ബഹിഷ്കരണം, മന്ത്രിസഭയിൽ മന്ത്രിമാരെ പിൻവലിക്കൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് CPI മുന്നറിയിപ്പ് നൽകി. അത്തരം തീരുമാനങ്ങളിലേക്ക് CPI പോയിരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഒഴിവാകുന്നത്. CPMന്റെ ദേശീയ നേതൃത്വം, CPIയുടെ ദേശീയ നേതൃത്വമൊക്കെ വലിയ ഇടപെടലുകൾ ഈ വിഷയത്തിൽ നടത്തിയിരുന്നു. ഏതായാലും അത് ഫലം കണ്ടിരിക്കുന്നു. മുന്നണി ഒരു ഐക്യത്തിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നു. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട PMCയുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളുണ്ട്, ആശങ്കകളുണ്ട്. കാരണം സംസ്ഥാനം ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വച്ചാൽ കേന്ദ്രം അംഗീകരിക്കണം. അംഗീകരിച്ചാലും അത് എങ്ങനെ മുന്നോട്ട് പോകും തുടങ്ങി വലിയ ആശയക്കുഴപ്പങ്ങളുണ്ട്. സാങ്കേതികമായും നിയമപരമായും ഭരണപരമായും ഒക്കെ പ്രശ്നങ്ങൾ ബാക്കിയാണെങ്കിലും മുന്നണിക്ക് ആശ്വസിക്കാം. ഇടതുമുന്നണി വലിയൊരു പ്രതിസന്ധിയെ അതിജീവിച്ചിരിക്കുന്നു. അതിൽ രാഷ്ട്രീയ വിജയം ഒരു പടി മുകളിൽ, ഒരു ത്രാസിന്റെ തട്ട് നോക്കിയാൽ CPIക്ക് കുറച്ച് മുൻതൂക്കമുള്ള ഒരു രാഷ്ട്രീയ വിജയമായി ഇതിനെ കാണാനാകും. തിരുത്തശക്തി എന്ന പേര് തിരിച്ചുപിടിക്കാൻ CPIക്ക് ഇതിലൂടെ കഴിഞ്ഞിരിക്കുന്നു. അരുണ, എന്തായാലും തുടരുക. നമുക്ക് ഈ വിഷയത്തിന്റെ പരിഹാരമായ ശേഷം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞ വാക്കുകൾ കൂടി കേൾക്കാം. അങ്ങനെ വിജയത്തിന്റെയോ പരാജയത്തിന്റെയോ കണക്കെടുക്കാൻ CPI ഇല്ല. CPI പറയും വിജയത്തിന്റെ കാര്യമാണ് പറയേണ്ടതെങ്കിൽ ഈ വിജയം LDFന്റെ വിജയമാണ്, ഇടതുപക്ഷ ഐക്യത്തിന്റെ വിജയമാണ്, ഇടതുപക്ഷ ആശയത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വിജയമാണ്. എങ്കിലും ഒരു നയപരമായ കാര്യത്തിൽ CPI ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ അരുൺ തുടരുകയാണ്. അരുൺ, എന്തായാലും മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും എന്ന് കൂടി പറയുന്നു. ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം തീർച്ചയായും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമല്ലോ. എന്താണ് അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ?
തീർച്ചയായിട്ടും CPI നേതൃത്വത്തിന്റെ മുന്നണി നേതൃത്വത്തിന്റെ ആവശ്യമായിരുന്നു. മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം മാധ്യമങ്ങളെ കണ്ട് അറിയിക്കണം. എന്താണ് ഇതിൽ വന്ന പ്രശ്നങ്ങൾ, എന്താണ് തിരുത്തൽ. അതിനപ്പുറത്തേക്ക് പലരും പല അഭിപ്രായം പറഞ്ഞ് ഇതിലൊരു വിവാദത്തിലേക്ക് ഇനിയും പോകേണ്ട കാര്യമില്ല. മുഖ്യമന്ത്രി തന്നെ കാര്യം വിശദീകരിക്കണമെന്ന മുന്നണി നേതൃത്വത്തിന്റെ അഭ്യർത്ഥനയും ആവശ്യവുമായിരുന്നു. പിണറായി വിജയൻ അത് അംഗീകരിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണും. വാർത്താ സമ്മേളനം ഉടൻ ആരംഭിക്കും. മന്ത്രിസഭായോഗം 3:30 തുടങ്ങിയത്. അതിന്റെ അവസാനം തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമെന്ന അറിയിപ്പാണ് വന്നിരിക്കുന്നത്. അതായത് ഒറ്റ ശബ്ദം മതി ഈ വിഷയത്തിലൊക്കെ. ഇനി പല അഭിപ്രായങ്ങൾ, പല നേതാക്കൾക്ക് ബിനോയ് വിശ്വം വളരെ കൃത്യമായ നിലപാടാണ് പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. മുഖ്യമന്ത്രി മറുപടി പറയും. അദ്ദേഹം തന്നെ കാര്യങ്ങൾ വിശദീകരിക്കും. ഏത് സാഹചര്യത്തിലാണ് കരാർ ഒപ്പിട്ടത്, ഏത് സാഹചര്യത്തിൽ കരാർ മരവിപ്പിക്കാൻ തീരുമാനിക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കുമെന്ന് അല്പസമയം മുമ്പ് ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് അതിന്റെ അറിയിപ്പ് വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളെ കാണും. ഈ PMC വിവാദത്തിൽ CPM-നെ മുന്നണിക്ക് വലിയ നാണക്കേടുണ്ടാക്കിയ, തിരിച്ചടിയുണ്ടാക്കിയ, പ്രതിസന്ധിയുണ്ടാക്കിയ വിവാദത്തിൽ നിന്ന് കരകയറിയ തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയാണ്. അരുണ്, യഥാർത്ഥത്തിൽ 2016 ഒന്നാമത്തെ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പല ഘട്ടങ്ങളിലും CPI തർക്കമുണ്ടായിട്ടുണ്ട്. തോമസ് ചാണ്ടിയുടെ വിഷയത്തിലൊക്കെ ആണെങ്കിൽ പിന്നീട് തോമസ് ചാണ്ടിയുടെ രാജിയിലേക്ക് നയിക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. പക്ഷേ ഇങ്ങനെ ഒരു നേരിട്ട് രണ്ട് പാർട്ടിയും നിലപാട് പറഞ്ഞുകൊണ്ട് നേരിട്ടൊരു ഏറ്റുമുട്ടൽ അത് ഈ വിഷയത്തിൽ മാത്രമാണല്ലോ. യഥാർത്ഥത്തിൽ ഇത് CPI സംബന്ധിച്ച് ഒരു കാലത്ത് ഇടത് തിരുത്തൽ ശക്തി എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ആ ഒരു ശക്തിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പഴയ പ്രതാപം തിരിച്ചു പിടിച്ചു എന്നുകൂടി പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും വെളിയം ഭാർഗവന്റെയും CK ചന്ദ്രപ്പന്റെയും ഒക്കെ കാലത്ത്, ഒരുപക്ഷെ അതിനു മുമ്പും CPI വലിയ രീതിയിൽ ഒരു ഇടതുമുന്നണിയിലെ തിരുത്തൽ ശക്തിയായി തന്നെ അറിയപ്പെട്ട പാർട്ടിയാണ്. അത്തരം വലിയ ഇടപെടലുകൾ പലപ്പോഴും നടത്തിയിട്ടുമുണ്ട്. ഏറ്റവും ഒടുവിൽ 2006 ഇടതു മന്ത്രിസഭയുടെ കാലത്തും VS മന്ത്രിസഭയുടെ കാലത്തും അന്ന് വെളിയം ഭാർഗവനായിരുന്നു സംസ്ഥാന സെക്രട്ടറി. മൂന്നാർ കയ്യേറ്റം ഒഴിപ്പിക്കൽ, അത് CPI ഭരിക്കുന്ന റവന്യൂ വകുപ്പിന്റെ ചുമതലയാണ് ഇത്തരം കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കലും ഒക്കെ. പക്ഷേ അവിടെ അന്ന് മുൻകൈയെടുത്ത് ഇറങ്ങിയത് VS അച്യുതാനന്ദൻ CPM-ന്റെ മുഖ്യമന്ത്രിയായിരുന്നു, പൊളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു അദ്ദേഹം. അതുമായി മുന്നോട്ട് പോകുമ്പോൾ CPI-യുടെ മൂന്നാർ ടൗണിലെ ഓഫീസിൽ പോലും കൈവച്ചു. CPI-ക്കാർ എക്കാലവും കയ്യേറ്റത്തിനെതിരെന്ന് നിലപാടെടുക്കുന്നവരാണ്. പക്ഷെ അവരെ കയ്യേറ്റക്കാരെ ചിത്രീകരിച്ചു. വലിയ പൊട്ടിത്തെറിയാണ് CPI-യിൽ ഉണ്ടായത്. അത് മുന്നണി യോഗത്തിൽ വെളിയം ഭാർഗവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉന്നയിച്ചു. പരിഹാരം വേണമെന്ന് ആവശ്യപ്പെട്ടു. അന്നൊരു സബ് കമ്മിറ്റിയെ, ഇടതുമുന്നണി സബ് കമ്മിറ്റിയെ വെച്ച് അതിനെപ്പറ്റി അന്വേഷിക്കുകയും CPI-യുടെ കയ്യേറ്റം കണ്ടെത്തുകയും ഒക്കെ ചെയ്ത ചരിത്രമുണ്ട്. അതിനുശേഷവും അത്തരം നിലപാടുകൾ കാനം രാജേന്ദ്രൻ ചില സന്ദർഭങ്ങളിലെങ്കിലും അത്തരം തിരുത്തൽ ശക്തിയായി പ്രവർത്തിച്ച നേതാവ് കൂടിയാണ്. പക്ഷേ ബിനോയ് വിശ്വം വന്ന ശേഷം ബിനോയ് വിശ്വം വന്ന ശേഷം CPM-ന്റെ തൊഴുത്തിൽ CPI എന്ന പാർട്ടിയെ കെട്ടിയെന്ന വിമർശനമാണ് കഴിഞ്ഞ സമ്മേളന കാലയളവിലുടനീളം ബിനോയ് വിശ്വം കേട്ടത്. ആ വിമർശനമാണ് അദ്ദേഹം നേരിട്ടത്. അതിൽ നിന്ന് മറികടക്കാൻ, അതിൽ നിന്ന് കരകയറി വരാൻ കൂടി കഴിഞ്ഞ ഒരു അവസരമായി ബിനോയ് വിശ്വത്തിന് ഇത് ഉപയോഗിക്കാം. CPI-ക്കും അത്തരം ഒരു തിരുത്തൽ ശക്തിയാണ് തങ്ങൾ ഇപ്പോഴും എന്ന് പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തമായ ഒരു തെളിവായി, സംഭവമായി ഇത്, രാഷ്ട്രീയ സംഭവവികാസമായി ഇത് മാറിയെന്ന് ഉറപ്പാണ്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിദ്യാഭ്യാസ മന്ത്രി എടുത്ത ഒരു തീരുമാനം, കേന്ദ്ര പദ്ധതിയിൽ ഒപ്പിടാൻ തീരുമാനിക്കുന്നു. അതിൽ നിന്ന് പിന്നോട്ട് പോയില്ല എന്ന നിലപാടെടുത്ത സ്ഥലത്ത് നിന്ന് CPI അവരുടെ കടുത്ത സമ്മർദ്ദം, രാഷ്ട്രീയ സമ്മർദ്ദം ഉപയോഗിച്ചുകൊണ്ട് CPM-നെ തിരുത്തിച്ചിരിക്കുന്നു. അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ സർക്കാർ തയ്യാറായിരിക്കുന്നു. പൂർണ്ണമായും കരാറിൽ നിന്ന് പിന്മാറില്ലെങ്കിൽ പോലും അത് മരവിപ്പിക്കാൻ തീരുമാനമെടുക്കുമ്പോൾ അത് CPI-യുടെ രാഷ്ട്രീയ വിജയമാണ്. CPI എന്ന തിരുത്തൽ ശക്തിയായി സ്വയം അവകാശപ്പെടുന്ന അത്തരം നീക്കങ്ങൾ മുൻകാലങ്ങളിൽ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ ഒരു ഊർജ്ജം നൽകുന്ന ഒരു ഇടപെടലായി ഇത് മാറും. ബിനോയ് വിശ്വത്തിന്റെ പാർട്ടിയുടെ ശത്രുക്കൾക്ക് ഒരു കുറച്ചു കാലമെങ്കിലും ഇവിടെ അടങ്ങിയിരിക്കേണ്ടി വരും. കാരണം അദ്ദേഹം ഇവിടെ ഇത് പൂർണ്ണമായും ഇടതുമുണ്ട് ക്രെഡിറ്റ് എന്ന് പറയുമ്പോഴും ബിനോയ് വിശ്വത്തിന് കൂടി അവകാശപ്പെട്ട ക്രെഡിറ്റാണ്. MA ബേബി എന്ന CPM ജനറൽ സെക്രട്ടറി ഇതിന് തുടക്ക സമയത്ത് വലിയ രീതിയിൽ അപമാനിക്കപ്പെട്ടു. കാരണം അദ്ദേഹം അറിഞ്ഞിരുന്നില്ല ഈ ഒരു കരാർ ഒപ്പിടുന്നത്. അത് CPI-യുടെ ദേശീയ സെക്രട്ടറി K പ്രകാശ് ബാബു അത് പരസ്യമായി പറയുകയും ചെയ്തു. MA ബേബിയുടെ അവസ്ഥയോർത്ത് തനിക്ക് ദുഃഖമുള്ള തരത്തിലുള്ള പരാമർശം അദ്ദേഹം നടത്തി. അവിടെ നിന്ന് ബേബിയും അദ്ദേഹത്തിന്റെ ഒരു അന്തസ്സ് തിരിച്ചുപിടിച്ചു എന്ന് വേണമെങ്കിൽ ആ രീതിയിൽ പറയാൻ. കാരണം അദ്ദേഹമാണ് ഇതിന്റെ ഒരു അവസാനവട്ട സമവായ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത്. അദ്ദേഹത്തിന്റെ കൃത്യമായ ഇടപെടൽ പിന്നീട് ഇതിലുണ്ടായി. സംസ്ഥാന നേതൃത്വത്തോട് MA ബേബി ആവശ്യപ്പെട്ടു പ്രശ്നങ്ങൾ പരിഹരിക്കണം, മുന്നണിയും മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിൽക്കുന്ന സാഹചര്യം ഉണ്ടാക്കരുത്, അത് ഗുണം ചെയ്യില്ല, പരിഹരിക്കണമെന്ന കർശന നിർദ്ദേശം CPM സെന്ററിന്റെ ഭാഗമായി MA ബേബി കൂടി നൽകി. കഴിഞ്ഞ പൊളിറ്റ് ബ്യൂറോ യോഗത്തിലുമൊക്കെ അദ്ദേഹത്തിനെതിരെ ചില വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹവും ഇടപെട്ടു. അങ്ങനെ ആ ബേബിയുടെ ഇടപെടൽ വളരെ നിർണായകമായ അവസാന ഘട്ടത്തിലെങ്കിലും മാറി. ബിനോയ് വിശ്വത്തിന് ആശ്വസിക്കാവുന്ന, അഭിമാനിക്കാവുന്ന രാഷ്ട്രീയ നീക്കമായി കൂടി ഇത് വിലയിരുത്തപ്പെടും. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ വിമർശനവും BJP വിമർശനവും ഒക്കെ തൊട്ടു പിന്നാലെ ഉണ്ടാകുമെങ്കിൽ പോലും ഇത് ഏതായാലും ഇടതുമുന്നണിക്ക് ആശ്വസിക്കാവുന്ന, അടുത്തയാഴ്ച തദ്ദേശ തെരഞ്ഞെടുപ്പ്
വിജ്ഞാപനം വരാനിരിക്കെ മാസങ്ങൾക്കപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കെ ഇടതുമുന്നണിക്ക് ആശ്വസിക്കാവുന്ന തങ്ങൾ ഒറ്റക്കെട്ടാണ്, ഒറ്റ മുന്നണിയാണ്, അഭിപ്രായ ഭിന്നതകളില്ലാത്ത ഏകാഭിപ്രായമുള്ള ഏകശിലാരൂപമായി മുന്നോട്ട് പോകുന്ന മുന്നണിയാണെന്ന ഇടതുമുന്നണിയുടെ അവകാശവാദങ്ങൾക്ക് ബലം നൽകുന്ന, അല്ലെങ്കിൽ അവർക്കത് വീണ്ടും പറയാൻ അവർക്ക് ധൈര്യം നൽകുന്ന ഒരു പരിസമാപ്തിയാണ് വിവാദത്തിന് ഉണ്ടായിരിക്കുന്നത്. ശരി, ബി വി അരുണാണ് ഇതിന്റെ വിവരങ്ങൾ നൽകിയത്.